പോയിട്ടുണ്ടാവില്ല. മീനാക്ഷി ധൈര്യമായിരിക്കും. വേറെ ഒരു സൂചന കിട്ടിയില്ലേ സാർ? ഇന്നാ അടിച്ചോ, ഇടിച്ചോ, ഉരുട്ടിക്കോ, എന്ത് വേണമെങ്കിലും ആയിക്കോ. ഇടിക്ക് സാറേ. ഇനി കൂടുതൽ ഒന്നും സദാശിവന് വയ്യ. അമ്മയ്ക്ക് ആരെയും പിടിക്കില്ലായിരുന്നു സാറേ. അങ്ങനെയാണെങ്കിൽ രണ്ട് അനാഥ കുട്ടികളെ ടീച്ചർ ഇവിടെ സംരക്ഷിച്ചിരുന്നത് എന്തിനാ? கரையாது மீனாட்சி, அருந்ததியக்க டீச்சரம்மாவும் கூட்டி இப்போ வந்துடும். நான் கடவுளுக்கு அலுவ வாங்கி கொடுக்குற நேரத்தை வந்திருக்க. എങ്ങും പോയിട്ടുണ്ടാവില്ല. മീനാക്ഷി ധൈര്യമായിരിക്കും. ചിലപ്പോ മീനാക്ഷി മുത്തുവിനെ കാണാൻ വേണ്ടിട്ട് ടീച്ചർ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടാവുമെന്നാ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാവും ഫോൺ എടുക്കാത്തത്. ടീച്ചറമ്മാவை தேடி முத்து கூட நானும் போறேன்னு சொன்னேன். ஆனா அம்மா விடலையே. എന്നിട്ട് വേണം മുത്തുവിനെ അനന്തുവിനെ നോക്കാൻ വേറെ ആള് പോവാൻ. നീ പാടി അവിടുന്ന്. മുത്തു എവിടെ? ടീച്ചറമ്മയെ നോക്കാനാന്നും പറഞ്ഞ് വെളുപ്പാങ്കാലത്തെ പോയിന്ന് വാച്ചർ പറഞ്ഞു. അയാളെ ഇഞ്ഞു വിളിച്ചേ. രണ്ടാളും പുറത്തേക്കൊന്നും പോകരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഇവിടെ ശ്രദ്ധിക്കാൻ വേറെ ആരുമില്ലായിരുന്നോ? ആരും ഒരു മനസ്സമാധാനം തരില്ലെന്ന് വെച്ചാ എന്താ മേഡം? നിങ്ങൾക്ക് എന്താ ഇവിടെ ജോലി? നിങ്ങൾ എന്തിനാ മുത്തുവിനെ പുറത്തേക്ക് പറഞ്ഞു വിട്ടത്? അയ്യോ, ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ല മേഡം. പോവാൻ പറ്റത്തില്ല, ഞാൻ പറഞ്ഞതാ. ഒടുവിൽ എന്റെ കണ്ണു വെട്ടിച്ച് മതിൽ ചാടിക്കിടന്നാ പോയത്. തനിക്ക് പിടിച്ചു നിർത്തായിരുന്നില്ലേ? ഞാൻ അപ്പുറത്ത് എത്തിയപ്പോഴേക്കും ഓടിക്കളഞ്ഞു മേഡം. താൻ പലതവണ എന്നോട് ഇത്ര എക്സ്ക്യൂസുകൾ പറയുന്നു. 4 വർഷം മുമ്പ് രേണുകയെ കാണാതായപ്പോഴും താൻ എന്റെ മുമ്പിൽ കൈമലർത്തി കാണിച്ചു. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്വം ഏൽപ്പിച്ചു വിട്ട കുട്ടിയെ മുത്തു. താൻ ഉത്തരവാദിത്വം പറയേണ്ടി വരും. എന്തിനാ എല്ലാവരും കൂടി ഇവിടെ കൂടി നിൽക്കുന്നേ? ഹലോ. ഇല്ല സാർ, ഇവിടേക്ക് വന്നിട്ടില്ല. വേറെ ഒരു സൂചന കിട്ടിയില്ലേ സാർ? സൂചന ഞാൻ പിന്നെ വിളിച്ചോളാം മാഡം. അഥവാ ടീച്ചർ അവിടെ വരെയോ മറ്റോ ചെയ്താലേ എന്നെ ഇൻഫോം ചെയ്യാൻ മറക്കണ്ട. ശരി സാർ. ഓക്കെ. വിഷമിക്കണ്ട. ടീച്ചർക്ക് ഒന്നും സംഭവിക്കില്ല. ചിലപ്പോ ഗുരുവായൂരോ മറ്റോ പോയതാകാനും മതി. ഇടയ്ക്കിടയ്ക്ക് ടീച്ചർക്ക് അങ്ങനെ ഒരു പതിവുള്ളതാണല്ലോ. അവിടെയും അന്വേഷണത്തിന് വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. സദാശിവനോ? ധനപാലനോ? അങ്ങനെ ഒന്നുമില്ല മീനാക്ഷി. മോള് പേടിക്കാതെ. വിളിക്കണവനെ. ഞാനിവിടെ ഉണ്ട്. എന്റെ പൊന്ന് സാറ്, ഇനി എന്നെ ഒന്നും ചെയ്യില്ലേ? ഇടി കിട്ടാത്ത 1 ഇഞ്ച് സ്ഥലം പോലും ഇനി എന്റെ ദേഹത്ത് ബാക്കിയില്ല. എനിക്ക് പറയാനുള്ള മുഴുവൻ കേട്ടിട്ട് സാറ് കൈ പൊക്കത്തുള്ളൂ എന്ന് വാക്ക് തന്നാലേ ഞാൻ എഴുന്നേക്കൂ. എഴുന്നേക്കടാ. സാർ എനിക്ക് വാക്ക് തന്നില്ല. സാറേ, ഞാൻ എഴുന്നേക്കട്ടെ? ഉപദ്രവിക്കില്ലല്ലോ. പൊന്നേമാനെ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സദാശിവന് ഇപ്പൊ പഴയ ആളേ അല്ല. ഇതൊക്കെ കണ്ടില്ലേ? പരമഭക്തനായിപ്പോ. ചെയ്ത തെറ്റുകളൊക്കെ ദൈവത്തോട് പറഞ്ഞ് പൂജയും വഴിപാടും ഒക്കെ ആയിട്ട് ജീവിക്കുക. രാത്രിയിൽ ഭജനയ്ക്ക് പോകും. അതാ ഇപ്പൊ ഏക വരുമാനം. ഓഹോ, അപ്പൊ അതുകൊണ്ടായിരിക്കും പലതവണ ആളെ പറഞ്ഞു വിട്ടിട്ടും നീ വരാതെ മുങ്ങി നടക്കുന്നത് അല്ലടാ? അത് പിന്നെ സാറെ, ഉള്ളത് പറയാലോ. ഞാനൊന്ന് തിരുമിക്കാൻ പോയേക്കുമായിരുന്നു. 3-4 ദിവസം സാറന്മാരെല്ലാരും കൂടെ എന്നെ ഇവിടെ ഇട്ട് ചവിട്ടി കൂട്ടിയതല്ലേ. ഇനി 4 കൂടി കിട്ടിയ ഞാൻ തീർന്നു പോവും. അതുകൊണ്ടൊരു കരുതലിന്. അല്ല, എന്നിട്ട് ഇപ്പോഴെങ്ങനെയാ കണ്ടീഷൻ? തുടങ്ങാം. എന്റെ പൊന്ന് സാറ്, കാര്യമുള്ള കാര്യത്തിനാണെങ്കിൽ ഒരു സമാധാനമെങ്കിലും ഉണ്ട്. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ.
എന്താ കാര്യമൊന്നും പോലും അറിയാത്ത കാര്യത്തിനാ പോലീസ് തിരക്കി വന്നത്. പോരാത്തതിനിപ്പോ പഴയ ഉരുട്ടിക്കൊല്ലലും തുടങ്ങിയിട്ടുണ്ട്. ഓ, അപ്പൊ എന്തിനാ നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചതെന്ന് അറിയില്ലല്ലേടാ? സത്യമായിട്ടും ഇല്ലേ? എന്റെ പൂഞ്ഞിലേത്ത് കാവിലമ്മയാണ് സത്യം. നല്ല കുട്ടിയായിട്ട് ഉള്ള സത്യം അങ്ങ് പറഞ്ഞേരെ. ടീച്ചർക്ക് എന്താ പറ്റിയേ? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ സാറേ. അതിന് സാർ എന്നെ ഇവിടെ കൊണ്ടിട്ട് ശരിക്കും പെരുമാറുകയും ചെയ്തു. കേസ് ഇപ്പോഴും നിലവിലുണ്ട് താനും. പിന്നെ ഇതെന്തോന്നിനാ വീണ്ടും എന്നോട് ചോദിക്കുന്നേ? കഷ്ടമുണ്ട് കേട്ടോ. എടാ, അത് പഴയ കാര്യം. ഇപ്പൊ നീ ടീച്ചറെ എന്ത് ചെയ്യുന്നു പറ, അതാ എനിക്കറിയേണ്ടത്. അയ്യോ, എന്തോ ചെയ്തു? ഞാനൊന്നും ചെയ്തില്ല. ഇല്ലേ? ഇല്ല. പിന്നെ ടീച്ചറോടെ? ആ, എനിക്കെങ്ങനെ അറിയാം? വീട്ടിൽ കാണുമായിരിക്കും. നിനക്കൊന്നും അറിയില്ലല്ലേ? എന്റെ പൊന്ന് സാറേ, പെറ്റതല്ലാണ് എനിക്ക് അറിയത്തില്ലേ. സാറ് വേണമെങ്കിൽ എന്നെ തല്ലുകയോ കൊല്ലുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്നാലും എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. നീ അറിയാതെ ടീച്ചർക്ക് ഒന്നും സംഭവിക്കില്ല. മര്യാദയ്ക്ക് പറഞ്ഞോ, അതാ നിനക്ക് നല്ലത്. എന്റെ ദൈവം തമ്പുരാനെ, ഇതെന്തൊരു പരീക്ഷണമാ. ഞാനിത് എങ്ങനെയാ ഒന്ന് പറഞ്ഞു വിശ്വസിപ്പിക്കുന്നേ? ഇന്നാ അടിച്ചോ, ഇടിച്ചോ, ഉരുട്ടിക്കോ, എന്ത് വേണമെങ്കിലും ആയിക്കോ. ഇടിക്ക് സാറേ. ഇനി കൂടുതലൊന്നും സദാശിവന് വയ്യ. ഇടിക്ക് സാറേ. എന്താ സാറ്, സാറിന് ഇപ്പം മനസ്സിലായില്ലേ സദാശിവൻ നിരപരാധിയാണെന്ന്? അതാ സാറേ ഭക്തിയുടെ ഒരു മഹത്വം. ആ, നിന്റെ വേലയും പടയണിയും ഒന്നും എന്നോട് വേണ്ട. തൽക്കാലം നിന്നെ ഞാൻ വിടാം എന്ന് കരുതി ഞാൻ നിന്റെ അഭിനയം വിശ്വസിച്ചു എന്ന് കരുതണ്ട. ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പോവാണെന്ന് വേണ്ട വേണ്ട വേണ്ട, പൊയ്ക്കോ. എപ്പോൾ വിളിച്ചാലും വന്നേക്കണം. തിരുമലാണ്, ഭജനയാണ്, മറ്റേതാണെന്ന് പറഞ്ഞ അഭ്യാസം കാണിച്ചാലുണ്ടല്ലോ, എൻ്റെ സ്വഭാവം അറിയാലോ. ആ, എന്നാ ഞാൻ പോട്ടെ സാറേ. എന്റെ പൂജിലേത്ത് കാവിൽ അമ്മേ. വന്നേ. എന്ത്? എന്താ സാറേ? ടീച്ചറെ കാണാനില്ല. നിനക്കാരെങ്കിലും സംശയമുണ്ടോ? ഉണ്ട്. ആരെ? ടീച്ചറിനെ തന്നെ. അവര് വല്ല ഗുരുവായൂരോ പളനിയിലോ ഭജന പാടാൻ പോയതായിരിക്കും സാറേ. പ്രായമതല്ലേ? പോ പോ പോ. ഓ, പിന്നെ സാറേ, ആ ടീച്ചറിന്റെ മരുമോന് ഒടിച്ചിട്ടുണ്ടല്ലോ ധനപാലൻ, അയാൾ ആളിച്ചിരിക്കലേ ആ വഴിക്കൊന്ന് തപ്പുന്നു നന്നായിരിക്കും. അയ്യോ എന്റെ പൊന്ന് സാറ്, ഞാൻ പറഞ്ഞതൊന്നും പറഞ്ഞേക്കല്ലേ. ആള് കുറഞ്ഞ പുള്ളിയൊന്നുമല്ല, പാഷാണ് തീക്രമിയ. എന്നാ ശരി, ഞാനങ്ങോട്ട്. എനിക്ക് തോന്നുന്നത് അമ്മ വല്ല തീർത്ഥാടനത്തിന് പോയിട്ടുണ്ടാവുന്ന, കാശിക്കോ രാമേശ്വരത്തിനോ അങ്ങനെ വല്ലയിടത്തേക്കും. എവിടേക്കാണെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോരുന്നെങ്കിൽ ബാക്കിയുള്ളവർക്കൊരു സമാധാനങ്ങളും കിട്ടിയനെ. അമ്മ അങ്ങനെ പറയാതെ എങ്ങും പോകുന്നല്ല, അതാ എന്റെ പേടി. ഓ പിന്നെ, പറഞ്ഞിട്ട് പോകാൻ മാത്രം നമ്മൾ രണ്ടാളും അവരുടെ ആരാ? നമ്മളെ കാണുന്ന പോലും അവർക്ക് ഇഷ്ടമല്ല. അതിന് തക്കതായ കാരണങ്ങളുണ്ട്. ഉണ്ട്, കാരണമുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ അയിത്തം കൽപ്പിക്കുന്നതിന് പകരം അവർക്കതങ്ങ് അംഗീകരിച്ച് തന്നൂടെ? നമ്മളല്ലാതെ വേറെ ആരാ അവർക്കുള്ളത്? മുന്നു പോലെ നോക്കൂലേ നമ്മള്? നമ്മൾ പറയുന്നല്ല അമ്മ കേട്ടേനെ. പക്ഷെ എല്ലാത്തിനും കാരണം ധനേട്ടനാ. ധനേട്ടന്റെ എടുത്തു കേട്ടാ. ഓഹോ, അപ്പൊ കുറ്റം മുഴുവൻ എന്റേതായോ? വേണ്ട, വെറുതെ പല്ലിട കുത്തി നാറ്റിക്കണ്ട. അമ്മ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ നോക്ക്. എന്നിട്ട് എന്തിനാ? ധനേട്ടാ. രാധികെ, എന്റെ അഭിപ്രായത്തിൽ ഇതൊരു നല്ല അവസരമാണ്. അമ്മ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച് ഇറങ്ങി പുറപ്പെട്ടു പോയത് തന്നെയാണെന്നാ എനിക്ക് തോന്നുന്നത്. ചിന്താശേഷിയുള്ള സ്ത്രീയാണല്ലോ അവര്. ധനേട്ടൻ എന്താ ഈ പറയുന്നത്? അതെ, ഒരു ഒഴിഞ്ഞുമാറ്റം. തോറ്റു തരാൻ മടിയായതുകൊണ്ട് ആരോടും ഒന്നും പറയാതെ എല്ലാം നമുക്ക് വിട്ടു തന്നിട്ട് എങ്ങോട്ടോ ഒരു യാത്ര. ഇല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. വേണ്ട, ഇനി സത്യം അതല്ലെങ്കിൽ പോലും നമ്മൾ അങ്ങനെ വിശ്വസിച്ചേ തീരും. ഇനി നമ്മൾ വഹിച്ചുകൂടാ. ഒട്ടും സമയം പാഴാക്കാനുമില്ല. എന്ന് പറഞ്ഞ സ്വാഭാവികമായും ഇനി ഈ സ്വത്തുക്കളുടെ ഏക അവകാശി നീ മാത്രമാണ്. രേഖകൾ ഞാൻ ഉണ്ടായിക്കോളാം.
നിന്റെ അനുവാദത്തോടെ നമുക്ക് എത്രയും പെട്ടെന്ന് കൽക്കട്ട കമ്പനിക്കാരുമായി ഒരു കരാറുണ്ടാക്കണം. ധനേട്ടാ, അത് ഇനി അഥവാ നിന്റെ അമ്മ എന്തെങ്കിലും മടങ്ങി വരികയാണെങ്കിൽ തന്നെ കൺമുമ്പിൽ കണ്ട യാഥാർത്ഥ്യങ്ങളുമായി അങ്ങ് പൊരുത്തപ്പെട്ടോളും. അതല്ല എതിർക്കാനാണ് ഭാവമെങ്കിൽ കൽക്കട്ട കമ്പനിക്കാര് കേസ് പറഞ്ഞോളും. നമുക്കെന്താ? ആളും അർത്ഥവുമില്ലാത്ത നിന്റെ അമ്മ ആ വമ്പന്മാരുമായി കേസ് പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ രാധിക? ധനേട്ടൻ പലപ്പോഴും ഒരു കാര്യം മറക്കുന്നു. അതെന്റെ അമ്മയാണ്, എന്നെ പ്രസവിച്ച എന്റെ സ്വന്തം അമ്മ. ആ തോന്നൽ അവർക്കൂടെ ഉണ്ടാകണമല്ലോ. ടീച്ചറുടെ മൂത്ത മകളും മരുമകനുമാണല്ലേ? അതെ സർ. അമ്മയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ സർ? ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് എന്താണ് യോഗ്യത? എന്താ നിങ്ങൾ അമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പെറ്റീഷൻ ബില്ല് തന്നിട്ടുണ്ടോ? അല്ല, ഞങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് പിന്നീട് കണ്ടില്ലെങ്കിൽ പെറ്റീഷൻ. വേണ്ട വേണ്ട, വെറുതെ കഷ്ടപ്പെടണ്ട. തൽക്കാലം ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി മാത്രം തന്നാൽ മതി. നിങ്ങളിരിക്കണം. ടീച്ചറുമായി നിങ്ങൾ രണ്ടാളും അത്ര രസത്തിലായിരുന്നില്ല അല്ലേ? ഏയ്, അങ്ങനൊന്നുമില്ല. ആരാണ് സാർ അങ്ങനെ പറഞ്ഞത്? മറു ചോദ്യങ്ങൾ വേണ്ട. ടീച്ചറുമായി നിങ്ങൾ അഭിപ്രായ ഭിന്നതയിലായിരുന്നോ അല്ലയോ? അതാ ഞാൻ ചോദിച്ചത്. അപ്പോൾ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു കുടുംബമാകുമ്പോൾ ചില സ്വരച്ചേർച്ചയില്ലായ്മയൊക്കെ സർവ്വസാധാരണ ആണല്ലോ സാറേ. അതുപോലെ ചില ടീച്ചർ ഈ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം അല്ലേ? ആരും കൂടെ താമസിക്കുന്നത് അമ്മയ്ക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. അതിന് കാരണം പ്രായമാവുന്നൊരു സാധാരണ കണ്ടുവരാറില്ല മൂശേട്ട സ്വഭാവം. അമ്മയ്ക്ക് ആരെയും പിടിക്കില്ലായിരുന്നു സാറേ, അതാ സത്യം. അങ്ങനെയാണെങ്കിൽ രണ്ട് അനാഥ കുട്ടികളെ ടീച്ചർ ഇവിടെ സംരക്ഷിച്ചിരുന്നത് എന്തിനാ? അവര് നല്ല രമ്യതയിലുമായിരുന്നല്ലോ. അപ്പോൾ സ്വന്തം രക്തത്തിൽ പിറന്ന മകളോടും അവളുടെ ഭർത്താവിനോടും മാത്രമേ ടീച്ചർ ഈ പറഞ്ഞ മൂശേട്ട സ്വഭാവം കാണിച്ചിരുന്നുള്ളൂ എന്ന് സാരം.